ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു 4-5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്കുള്ള ഒരു പട്ടുപാവാടയുടെ ടോപ്പ്, റഫിൾഡ് ഷോൾഡർ ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 1/2 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു പീസ് ലൈനിങ്. അതിനുവേണ്ടി ഞാനൊരു പേപ്പറിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ആദ്യം കാണിക്കുന്നത്. ഇതാണ് നല്ല തുണി, ഇത് ലൈനിങ്ങാണ്. ആദ്യം തന്നെ പേപ്പറിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. അതിനുവേണ്ടി 14.5 ഇഞ്ച് നീളമുള്ള പേപ്പറാണ് എടുക്കുന്നത്. 13 ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ടത്. ക്രോപ്പ് ടോപ്പല്ല, അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ടോപ്പാണ്. അതിനുവേണ്ടി 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് 14.5 ഇഞ്ചിൽ എടുക്കുന്നത്. ഷോൾഡർ 4.5 ഇഞ്ചാണ്, 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. അടിയിലേക്ക് 4.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് അവിടെ കൈക്കുഴി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. കൈക്കുഴി 4.5 ഇഞ്ചിൽ തന്നെയാണ് മാർക്ക് ചെയ്യണത്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയും ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് വരച്ച് അതിൽ ബോഡി ലൂസ് നമുക്ക് മാർക്ക് ചെയ്യാം. ബോഡി ലൂസ് 6.5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർത്ത് 7.5 ഇഞ്ചാക്കി, 6.5 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യും. ബോട്ടം ലൂസ് 6 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇതൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അത് 2.25 ഇഞ്ചാണ് താഴേക്ക് മാർക്ക് ചെയ്തു. നമുക്ക് 3.5 ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് കഴിച്ചും. അപ്പം നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് അടിച്ചു പോകുമ്പോൾ കിട്ടും. അങ്ങനെ 3.5 ഇഞ്ച് നമുക്ക് കിട്ടും. ഒരു ബോക്സായിട്ട് വരച്ചിട്ട് നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കാം. കൈക്കുഴിയുടെ ലൈനിലും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതൊന്ന് യോജിപ്പിച്ച് വരച്ച് നെക്കൊന്ന് ഷേപ്പ് ചെയ്യാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ നെക്ക് വെട്ടുന്നത്. ഈ പോയിന്റിൽ നിന്ന് കൈക്കുഴി നമുക്ക് ഷേപ്പ് ചെയ്യാം. ഷേപ്പ് ചെയ്ത് വച്ച് കട്ട് ചെയ്യാം. ഷോൾഡർ നമ്മൾ വേറെ പീസിലാണ് എടുക്കുന്നത്, കൊണ്ടാണ് ഇത്രയ്ക്കും കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കുന്നത്. ഇനി ഇത് വെച്ച് നമ്മൾ ലൈനിങ്ങിലും നല്ല തുണിയിലും ബാക്കിനും ഫ്രണ്ടിനും ആയിട്ട് 2 പീസ് കട്ട് ചെയ്ത് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഷോൾഡർ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഷോൾഡറിന് വേണ്ടി 10 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് വീതിയിലും 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല തുണിയിൽ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ മടക്കി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറായിട്ട് എടുക്കാനായിട്ട്. നല്ല തുണിയിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള പീസാണ്. നമ്മളിങ്ങനെ 10 ഇഞ്ച് നീളത്തിലുള്ളത് മടക്കി ഒന്ന് യോജിപ്പിച്ചു ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി അത് മറിച്ചിട്ടതിന് ശേഷം നല്ല വശം മുകളിലേക്ക് വന്ന് 2 സൈഡും നമുക്ക് ചുരുക്കുകളിട്ട് 1.5 ഇഞ്ചായിട്ട് എടുക്കാം. ഒന്നര ഇഞ്ചാണ് നമുക്ക് കഴുത്തടിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ യോജിപ്പിക്കുന്ന സ്ഥലത്തേക്ക് കിട്ടുക. അപ്പോൾ 1.5 ഇഞ്ചിലേക്ക് നമ്മൾ ഇവിടെ ചുരുക്കി 1.5 ഇഞ്ചാക്കി എടുത്തേക്കാം.
അങ്ങനെ 2 പീസും ചുരുക്കിയിട്ട് എടുത്ത് വെക്കണം. ഇതുപോലെ ഇരിക്കും. അതുപോലെ 2 പീസ്. ഇനി നമുക്ക് യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഭാഗത്ത് നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട്, നല്ല തുണിയിൽ നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് അതിന് മുകളിൽ നമ്മൾ ചുരുക്കിയിട്ട് എടുത്ത് വെച്ച പീസ് 2 ഭാഗത്തും പിൻ ചെയ്ത് വെക്കണം. പിൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് അടിക്കുമ്പോൾ ഇതിൻ്റെ സ്ഥാനം തെറ്റിപ്പോകും. ഇതിൻ്റെ മുകളിൽ ലൈനിങ് ചേർത്ത് വെച്ച് ഷോൾഡർ കൃത്യമായിട്ട് വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ലൈനിങ് പുറകുവശത്തേക്ക് മറിച്ച് നല്ല വശം മുകളിലാക്കി അതിന് മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ഇതുപോലെ മറുവശവും നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ മറുവശത്തിൻ്റെ ലൈനിങ് വെച്ച് അതിന് മേലെ നമ്മൾ അടിച്ചു വെച്ച ഈ ഭാഗം ഇതേപോലെ തന്നെ നല്ല വശം മുകളിലാക്കി വെച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് അതും ഒന്ന് പിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല തുണി മറിച്ച് വെക്കണം. മോശം വശം മുകളിലാക്കി വെച്ച് നേരത്തെ യോജിപ്പിച്ചതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചെടുക്കണം. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ ബാക്ക് വശം സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം 2 വശവും പട്ട വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ ഹുക്ക് വെക്കാനും ഒരു സൈഡിൽ ഹുക്കിനുള്ള പൊഴി വെക്കാനുള്ള പട്ട വെച്ച് കൊടുക്കണം. പട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശത്ത് ഹുക്ക് വെച്ച് കൊടുക്കണം, മറുവശത്ത് ഹുക്കിനുള്ള പൊഴിയും വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് സൈഡുകൾ യോജിപ്പിക്കാം. അതിനുവേണ്ടി നേരെ മറിച്ചിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ടേക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ 2 സൈഡും യോജിപ്പിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അടി മടക്കി അടിക്കണം. ഞാനിവിടെ ലൈനിങ് പീസ് എനിക്ക് ഇത്തിരി ഇറക്കം കുറവിലാണ് എടുത്തേക്കണം. അത്രയും തുണി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നല്ല തുണി 2 മടക്കം മടക്കി ലൈനിങ് തുണിയുടെ മേലെ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. അടിഭാഗം മടക്കി അടിക്കാൻ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിരുന്നു. അപ്പോൾ 1/2 ഇഞ്ചിൽ 2 മടക്കം മടക്കി നമ്മൾ അടിച്ചു കൊടുക്കണം. ഇതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.